എടി നിങ്ങൾ അറിഞ്ഞോ ആ മൊട്ടശ്ശിന്റെ ഷോപ്പ് ഇട്ടതല്ലേ? പഠിക്കുന്ന ടൈമിൽ ഫുള്ള് മുട്ട വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങി. അതിനെ അവളുടെ കാരണന്മാർക്ക് പണമുണ്ട് പവറുണ്ട്. നമുക്കുണ്ട് കുറെ കാരണന്മാര്. ആകെ ഉണ്ടാക്കി വെച്ചത് കുറെ കടോ നിന്നെ പോലെ ഒരു കഷ്ടങ്ങളാത്ത ഒന്നിന്. നമ്മുടെ കാരണന്മാർ ആയ കാലത്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കിടന്ന് അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിയാ, ഒന്നും വേണ്ടായിരുന്നു. ആ ഇടപ്പള്ളിയിൽ ഒരു 60 ഏക്കർ 10-20 ഏക്കർ കൃഷിയിടം വേറെ. ഇത്രയും പൈസ നമുക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു. നിങ്ങൾക്കറിയോ ആ തൃശ്ശൂർ റൗണ്ട് മുഴുവൻ എന്റെ മുതുക്ക് മുത്തച്ഛൻ ചേരുന്നു. അല്ല, തൃശ്ശൂർ റൗണ്ട് ഒരു 60 കിലോമീറ്റർ മാറി പട്ടിക്കാട് 20 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ മുത്തച്ഛന് 2 രൂപയ്ക്ക് സെന്റിന് കൊടുത്ത്. നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാത്തവരെ പോലെ നമ്മുടെ കാരണവന്മാര്. സത്യം, അവരായതുകൊണ്ടാണ് നമ്മളിപ്പോ മൂക്കൊണ്ട് ഇക്ഷ വരയ്ക്കുന്നത്. എടി 9 മണി ജോലിക്ക് കൊണ്ടുവാ. ഞാനില്ല. അങ്ങനെ നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ തലമുറ ഉണ്ടാക്കണ്ട. നമ്മൾ അനുഭവിക്കുന്ന പോലെ അവരും അനുഭവിക്കട്ടെ. അതെ, ഈ മാസം റെന്റ് 30,000 രൂപ, പിന്നെ EMI 10,000 രൂപ. ഇതൊന്നും പോരാതെ ക്രെഡിറ്റ് കാർഡ് അടച്ചു തീർത്ത് വേറെ കുറെ കാശുകൾ. ഇതൊക്കെ തീർക്കാൻ വേണ്ടി നമ്മളൊരു ജോലിക്ക് പോകണം. അല്ലാതെ നമ്മുടെ കാരണവന്മാര് ഒന്നും ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. മനസ്സിലായോ? വാ.